ഹായ് ഓൾ, അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തുഹു. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മുടെ ബാക്കിയുള്ള കുറേ വിശേഷങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത്. പിന്നെ കുറേ കാര്യങ്ങൾ പറയാനും ഉണ്ട്. ലാസ്റ്റ് വീഡിയോയ്ക്ക് വന്ന കുറച്ച് കമൻറ്റുകളും അതിൻ്റെ കുറച്ച് ക്ലാരിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഇതിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, ജോലിക്ക് ഒരാളിനെ വെച്ചുകൂടെ, നിങ്ങൾ ഇതൊക്കെ വീഡിയോയ്ക്കും വേണ്ടിയിട്ട് കാണിച്ചു കൂട്ടുന്ന പോലെയുണ്ട്, ഇപ്പോഴൊന്നും അറിയില്ല, ഇങ്ങനെ ഒരുപാട് ഭാരിച്ച ജോലികൾ ചെയ്ത് കഴിഞ്ഞാൽ 40 വയസ്സിന് ശേഷം അറിയുള്ളൂ, ബാക്ക് പെയിന് കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇങ്ങനെ കുറേ ഡൗട്ട്സ് കാര്യങ്ങളുണ്ടാവില്ല. അപ്പോൾ അതൊന്ന് ക്ലാരിഫിക്കേഷൻ ചെയ്യാനും കൂടിയാണ് കേട്ടോ ഞാനിന്ന് വന്നത്. പിന്നെ അതേ നമ്മുടെ കിഡ്സ് ബെഡ്റൂമാണ് ഇത്, അതായത് കുട്ടികൾക്കുള്ള ബെഡ്റൂം നമ്മൾ അറേഞ്ച് ചെയ്യുന്നുണ്ടല്ലോ, അതിൻ്റെ ബാക്കി സംഭവങ്ങളൊക്കെയാണ്. ഇവിടെ പുട്ടിയൊക്കെ ഒന്ന് അടിച്ച് പ്രൈമറൊക്കെ അടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം എന്താ നമ്മൾ ചെയ്യുന്നതെന്നുള്ളത്. അതിന് മുമ്പ് ഇന്ന് നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ നിന്ന് നമുക്ക് വേണ്ടി വന്ന കുറച്ച് ഹിജാബ്സ് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കേട്ടോ. ഒരു ഇൻസ്റ്റാ പേജിൽ നിന്ന് വന്നതാണ്. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ പറഞ്ഞുതരാം. അവർ വന്നിട്ട് ഗിവ് എവേയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ, ഇപ്പോൾ പെരുന്നാളൊക്കെയല്ലേ വരുന്നത്, അപ്പോൾ ഇവരിൽ നിന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗിവ് എവേ കിട്ടാനും ചാൻസ് ഉണ്ട്. നല്ല ഗിഫ്റ്റ് ഹാമ്പറൊക്കെയാണ് കേട്ടോ അവർ കൊടുക്കുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവരുടെ ലിങ്ക് കാര്യങ്ങളൊക്കെ ഇടാം. അവരുടെ ചാനലുണ്ട്, അത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, അവരുടെ ഇൻസ്റ്റഗ്രാം പേജ് ഫോളോ ചെയ്യുക, പിന്നെ അവരെ ടാഗ് ചെയ്യുക, സ്റ്റോറീസ് ഇടുക, അങ്ങനെ അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷനിലുണ്ടാവും, ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഫസ്റ്റത്തെ ഹിജാബ് എന്ന് പറയുമ്പോൾ ഇതാണ്. ഞാൻ ഇങ്ങനെയാണ് കേട്ടോ ഹിജാബ് ഇടുന്നത്. ജസ്റ്റ് ഇങ്ങനെ ഇട്ടിട്ട് ഒരു സൈഡ് നമ്മുടെ ചെസ്റ്റ് പോർഷൻ കവർ ചെയ്യാനായിട്ട് ഇങ്ങനെ വെക്കും. അതിനുശേഷം ബാക്കിയുള്ളതൊന്നും മുകളിലിടും, അല്ലെങ്കിൽ വെറുതെ തോളിലിടും. ഇങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത്. നെക്സ്റ്റ് ഒന്ന് വന്നിട്ട് ഇതാണ്. ഈ കളർ എൻ്റെ ഓൾറെഡി ഉണ്ട് കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കളർ ഷെയ്ഡാണ് കേട്ടോ ഇത്. നല്ല രസമുണ്ട്. എൻ്റെ ഉള്ളത് കുറേ ഹിജാബൊക്കെ ഞാൻ കുറേ ആൾക്കാർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും നമുക്ക് പുതിയത് വന്നിരിക്കുകയാണ്. നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ വരുമെന്ന് അറിയില്ല എന്ന പോലെ. നെക്സ്റ്റ് വന്നിട്ട് ഈ ഒരു കളറ്, ഈ കളറും എൻ്റെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പുതിയത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു ഇൻഫ്ലുവൻസർ എന്ന നിലയ്ക്ക് നമുക്ക് എപ്പോഴും വേറെ പുതിയ സംഭവങ്ങൾ നമുക്ക് എന്തായാലും വേണ്ടി വരും. അപ്പോൾ അത് എനിക്ക് ഉപകാരമാണ് കേട്ടോ. പിന്നെ ഉള്ളത് ഈ ഒരു പച്ചക്കളറാണ്. പച്ചക്കളർ എൻ്റെ ഇല്ല, പക്ഷെ ഇട്ടപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ, എനിക്കിഷ്ടമായി. പിന്നെ നെക്സ്റ്റ് ഈ ഒരു യെല്ലോ ഷെയ്ഡ് എനിക്ക് പൊതുവെ നല്ല ഇഷ്ടമാണ് കേട്ടോ. കാരണം ഇട്ട് കഴിഞ്ഞാൽ ഫേസിന് നല്ലൊരു ബ്രൈറ്റ്നെസ്സും നല്ല ഭംഗിയൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഇവരുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ലേഡീസ് നടത്തുന്നതാണ്, നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും അവർക്ക് വേണ്ടി വരും. പിന്നെ കോംബോ ഓഫർ കാര്യങ്ങളോ ഒക്കെ ഉണ്ട് കേട്ടോ. നല്ല മെറ്റീരിയലാണ് അവരുടെ. അപ്പോൾ കയറി ചെക്ക് ചെയ്ത് നോക്കുക. അവർ ഇൻസ്റ്റാ പേജും വാട്സപ്പ് നമ്പറെല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ട്. പിന്നെ അപ്പോൾ ഈ ഒരു റൂം ഞാൻ അറേഞ്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇന്ന് വന്നിട്ട് ആശാരി പണിക്കാരനെ പണി മതിയാക്കിയിട്ട് ഞാൻ പോകാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം പണി ഇങ്ങനെ തുടർന്നുകൊണ്ടേ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ മക്കൾക്കൊക്കെ സുഖമില്ലാതാവുകയും, പിന്നെ ഒന്നാമത്തത് നമ്മുടെ ബഡ്ജറ്റ് തീർന്നു, പൈസയൊക്കെ തീർന്നിരിക്കുകയാണല്ലോ. 10-20 ദിവസത്തോളം പണിയെടുത്തിട്ടുണ്ടാവും. ഡെയിലി 3 പണിയോളമാണ് കേട്ടോ. അതായത് 1.5 ദിവസത്തെ പണിയാണ് ഒരു ദിവസം കൊണ്ട് എടുപ്പിച്ചിട്ട്, അങ്ങനെയാണ് നമ്മൾ കൂലി കൂടുതൽ കൊടുത്തിട്ട് അങ്ങനെയാണ് കേട്ടോ ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനിയും നിന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ മതിയാക്കിക്കൊള്ളാൻ പറഞ്ഞു. കാരണം ഡെയിലി ഇതുപോലെ ഒരു റെഡ് കളർ പൗഡർ ഇങ്ങനെ വരും. ഇത് ഫുള്ളായിട്ട് നമ്മുടെ മക്കളുടെയും ലെങ്സിലേക്കല്ലേ പോകുന്നത്. അപ്പം അങ്ങനെ മതിയാക്കിയിട്ട് പോകാൻ പറഞ്ഞാണ്. പിന്നെ കുറേ പേര് പറയുന്നുണ്ടായിരുന്നു, ഈ പണികളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പെയിൻറ്റർമാരാണെങ്കിലും ആശാരിമാരാണെങ്കിലും ഒക്കെ അവർ ബാക്കിയൊക്കെ ക്ലീൻ ചെയ്തിട്ട് പോകുന്നുള്ളത്. ഇവിടെ ഞാൻ ഈ വീഡിയോയ്ക്ക് കാണിക്കാനും വേണ്ടിയിട്ട് ഞാൻ തന്നെ സ്വയം ക്ലീൻ ചെയ്യാണെന്നുള്ള പോലെ ആരെങ്കിലും അങ്ങനെ ആഗ്രഹിക്കുമോ? അതും ഈ ഒരു ദിവസം ഏതെങ്കിലും 4-5 ദിവസം കൂടുന്ന സമയത്താണ് നമ്മളൊരു വീഡിയോയിൽ എന്തെങ്കിലും ഒന്ന് കാണിക്കുന്നത്. പിന്നെയെന്ന് പറയുമ്പോൾ എൻ്റെ ചാനലിൽ ഞാൻ പ്രൊഫഷണലി കൊണ്ട് നടക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ. അപ്പോൾ ആ ചാനലിൽ കണ്ടമാനം ഒരുപാട് അങ്ങനെ എനിക്ക് തോന്നിയ പോലെയൊക്കെ വീഡിയോ ഇടാന്നുള്ളൊരു കോൺസെപ്റ്റ് എനിക്കില്ല. അത്യാവശ്യം നല്ല രീതിക്ക് ചാനൽ കൊണ്ടുപോകണം എന്ന നിലക്കും വീഡിയോ ഇടുന്ന ഒരാളാണ്. അപ്പോൾ ഞാനൊന്ന് തുമ്മുമ്പോഴേക്കും എന്ന് പറഞ്ഞിട്ട് ഞാൻ വീഡിയോ ഇടുന്ന ഒരാളൊന്നല്ല. അതിനും വേണ്ടിയിട്ട് കണ്ടൻറ്റിനും വേണ്ടിയിട്ട് എന്തെങ്കിലും ഞാൻ ഈ പണികൾ മൊത്തം ഞാൻ ചെയ്യുന്ന ആളുമല്ല. പിന്നെ പറഞ്ഞു 40 വയസ്സാകുമ്പോഴേക്കും നന്നായിട്ട് അറിയും നമ്മുടെ ബാക്ക് പെയിന് കാര്യങ്ങളെന്നുള്ളത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിപ്പോൾ തന്നെ കുറേ പ്രോബ്ലംസ് ഉണ്ട്. അതെല്ലാം ഞാൻ വീഡിയോയിൽ പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ പണികളൊക്കെ ഞാൻ തന്നെ ചെയ്യേണ്ടി വരും. പിന്നെ ഒരാളെ വെച്ചൂടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഈ പണികൾ 24 hours എൻ്റെ കൂടെ നിന്നിട്ട് ഒരാൾ ചെയ്യൂല. വരുന്നവർ ഒരിക്കൽ ചെയ്തിട്ട് പോകും, പക്ഷെ ഇത്രയും വൃത്തികേട് കാര്യങ്ങൾ അവർ ചെയ്യൂല. നല്ല നീറ്റായിരിക്കുന്ന വീടാണെങ്കിൽ മാത്രം വന്നിട്ട് പണികൾ ചെയ്തിട്ട് പോവുള്ളൂ. മുമ്പ് ഒരു ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർ അയ്യോ ഇതെന്താ മോളെ ഇങ്ങനെ കിടക്കണതിൻ്റെ ഉള്ളിൽ വന്നപ്പോഴും എനിക്ക് മനസ്സിലായത്, ഇങ്ങനെയാണെങ്കിൽ ഞാൻ വന്നിട്ടേ ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. എന്നിട്ട് ആ ചേച്ചി ചെയ്യുന്ന സമയത്ത് ഈ ഫ്രണ്ടിൽ കാണുന്ന ഭാഗം മാത്രം, ജസ്റ്റ് നടക്കുന്ന ഭാഗം മാത്രം ജസ്റ്റ് ഒന്ന്
അടിച്ചു വാരിയിട്ട് പോവാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന് ശേഷം എന്തിനാ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ പിന്നെ അവൻ്റെ ആവശ്യമില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ ഈ പണികൾ കഴിഞ്ഞിട്ട് ചേച്ചി വന്നാൽ മതി പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞേച്ചു. അതിന് ശേഷം വേറൊരു ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു. അവർക്കും അതെ, ഈ ഒരു അവസ്ഥയിൽ കിടക്കുന്ന സമയത്ത് അവർക്ക് പാത്രം കഴുകാനാണെങ്കിലും ഞങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഇങ്ങനെയൊക്കെയെന്ന് പറഞ്ഞപ്പോൾ ശരി, ആരും ബുദ്ധിമുട്ടുണ്ട, എൻ്റെ വീട് ഞാൻ തന്നെ ബുദ്ധിമുട്ടണമല്ലോ, അതാണല്ലോ അതിൻ്റെ ഒരു പ്രകൃതി നിയമം എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഇവിടെ തൽക്കാലം പണിക്കാരൊന്നും ഇല്ലാത്തത്. അല്ലാതെ വീഡിയോയിൽ കാണിക്കാനും വേണ്ടിയിട്ട് അല്ലെങ്കിൽ സിമ്പതി കിട്ടാനും വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഓരോന്ന് ക്രിയേറ്റ് ചെയ്യുന്നതൊന്നല്ല. പിന്നെ ഇത് ഒരു പ്രാവശ്യം ചെയ്യുന്ന കാര്യമൊന്നുമല്ല. ഇവിടെ ഒരു 10-15 പ്രാവശ്യമെങ്കിലും ചൂലും കൊണ്ട് ഞാൻ ഇങ്ങനെ നടന്ന് ഓരോന്ന് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. നമുക്ക് ആകെ ഇപ്പോൾ യൂസ് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ ബെഡ്റൂം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഓരോ പണിക്കാരെ ഒഴിവാക്കിയിട്ട് ഓരോന്നായിട്ട് നമ്മളിങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടേ വരികയാണ് കേട്ടോ. ഓരോ ദിവസവും ഞാൻ കിച്ചൻ്റെ വീഡിയോ എടുക്കണം. എല്ലാവരും പറയുന്നുണ്ട് കിച്ചൺ കാണണം എന്ന്. എനിക്കും നല്ല ആഗ്രഹമുണ്ട്. 6 മാസത്തിന് മേലെ നമ്മൾ ആ ഒരു ദിവസത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. പണി തുടങ്ങിയിട്ട് 6 മാസത്തോളമായിട്ടോ. എന്തോരം സാധനങ്ങൾ നമുക്ക് കിച്ചണിന് വേണ്ടിയിട്ട് വാങ്ങി വെച്ചിട്ട് 8 മാസമായിട്ട് വാങ്ങി വെച്ചതും 1 വർഷമായിട്ട് വാങ്ങി വെച്ച സാധനങ്ങളൊക്കെ മോൾ അപ്സ്റ്റെയറിൽ നമ്മൾ കൊണ്ട് വെച്ചിരിക്കുകയാണ്. അതൊന്നും എടുക്കാൻ പറ്റാതെയും അറേഞ്ച് ചെയ്യാൻ പറ്റാതെയും നല്ലോണം ബുദ്ധിമുട്ടുന്നുണ്ട് കേട്ടോ. അപ്പം മോളിൽ താമസിച്ചൂടെ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ മോളിൽ അതിനുള്ള സെറ്റപ്പ് ശരിക്കും പറഞ്ഞാലില്ല. മൊത്തം നമ്മുടെ ഇവിടെയുള്ള മൊത്തം സാധനങ്ങളും നമ്മൾ മുകളിലാണ് കൊണ്ട് ഡംപ് ചെയ്തിട്ടുള്ളത്. പിന്നെ കിച്ചൺ എന്ന് പറയുമ്പം അവിടെ ഫുള്ള് എലിയൊക്കെ കയറി മൊത്തം നശിപ്പിച്ച് വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ കൊണ്ടുപോയി മുകളിൽ വെച്ചിട്ട് നമുക്ക് ഷൂട്ട് ചെയ്യൽ അതൊന്നും പോസിബിളായിട്ടുള്ളൊരു കാര്യമല്ല. പിന്നെ പറയുന്നവർക്ക് ഈസി ആയിട്ട് എന്തും പറയാം. പക്ഷെ ഇവിടെ നമ്മുടെ ഒരു സിറ്റുവേഷൻ വെച്ച് നോക്കുമ്പോൾ നമുക്കേ അറിയുള്ളൂ എങ്ങനെ ഇതൊക്കെ പോസിബിൾ ആവും എന്നുള്ളത്. അതുകൊണ്ടാണ് പിന്നെ നമ്മൾ താഴെ തന്നെ ഇരുന്നതും. പക്ഷെ ഇത്രത്തോളം പണികൾ നീണ്ടു പോകുന്നുള്ളത് നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ആശാരിപ്പണി നിർത്തിയ സമയത്ത് അവർക്കൊരു വിഷമമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നമുക്കല്ലേ അറിയുള്ളൂ നമ്മുടെ സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ. ഇനിയിപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. കാരണം നമുക്ക് ഇത്രയും മനസ്സിന് ടെൻഷനും ബേജാറും ഇത്രയും പണിയും കുറച്ചും കൂടെ ഒന്ന് കുറവായി കിട്ടുമെന്ന് തോന്നുന്നു. പിന്നെ കോട്ടയാടിൻ്റെ ഭാഗത്തിൽ മൊത്തം എല്ലാം ഈർച്ചപ്പൊടികളും വേസ്റ്റും എല്ലാം അതുപോലെ ഇട്ടിട്ടാണ് കേട്ടോ അവർ പോയിട്ടുണ്ടായിരുന്നത്. ഒരു സാധനം പോലും മാറ്റിയിട്ടുണ്ടായിരുന്നില്ല. അത് മൊത്തം ഇനിയിപ്പോൾ എൻ്റെ തലയ്ക്ക് തന്നെയാണ്. നമുക്ക് അവരുടെ അടുത്ത് പോയിട്ട് അത് മാറ്റിയേക്ക് ഇത് മാറ്റിയേക്ക് എന്നൊന്നും പറയാനും പറ്റൂല. പിന്നെ അത്യാവശ്യം നല്ല രീതിക്ക് നല്ല വൃത്തിയായിട്ട് അവർ പണികൾ ചെയ്ത സാധനങ്ങളൊക്കെ നല്ല വൃത്തിക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഈ ഒരു ഭാഗത്ത് നമ്മൾ ഇരിക്കാനുള്ള ആ ഒരു സംഭവം ആ ജനലിൻ്റെ ഒരു ബേ വിൻഡോ പോലെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് കേട്ടോ ബേ വിൻഡോ. നമ്മുടെ ബെഡ്റൂമിൽ ചെയ്യാൻ നോക്കിയ സമയത്ത് നമുക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമ്മുടെ ഒരു ബാൽക്കണി പോലെയും അല്ലാതെ അങ്ങനെ നല്ല രസമുണ്ട് കേട്ടോ. അങ്ങനെ ചെയ്തിട്ട് അങ്ങനെ അതൊരു സ്റ്റോറേജ് പോലെയും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതേ നമ്മുടെ സിറ്റ് ഔട്ടിൻ്റെ ആ ഒരു ഭാഗം ആ കാണുന്നത് വന്നിട്ട് നമ്മുടെ റനക്കുട്ടീൻ്റെ കട്ടിലായിരുന്നു. അതിനെ ഒന്ന് ചുരുക്കി ചെറുതാക്കിയിട്ട് നമ്മളൊരു ബെഞ്ച് പോലെ ആക്കിയിട്ടുണ്ട്. അത് പഴയ നമ്മുടെ കുറേ സംഭവങ്ങളിലാണ് കേട്ടോ. അത് തന്നെ പുതുക്കിയിട്ട് വേറെ രീതിക്കൊക്കെ ആക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ കുറേ വേറെയും പ്ലൈവുഡ് കുറേ ഒരു 1,00,000 രൂപയോളം പ്ലൈവുഡ് തന്നെ നമ്മൾ എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു ഈ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാനും ഒക്കെ വേണ്ടിയിട്ട്. പിന്നെ കണ്ടില്ലേ ഈ പ്ലൈവുഡുകൾ കുറേ അവിടെ ഇവിടെ ഒക്കെ കിടപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഓരോന്നായിട്ട് മെല്ലെ മെല്ലെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അമ്മ എന്തായാലും വിളിച്ച് ചീത്ത പറയും നീ ചെയ്യല്ലേ എന്ന് പറഞ്ഞിട്ട്. പിന്നെ എനിക്ക് കുറച്ച് ശരീരത്തിന് കുറച്ച് പ്രോബ്ലംസും ഉണ്ട്. ഈ ബോൺസ് മൊത്തം ഭയങ്കര പെയിനാണ്. ജോയിൻസ് ഒക്കെ മൊത്തം പെയിനാണ്. ചില സമയം എനിക്ക് തോന്നി ഇനി എനിക്ക് നടക്കാൻ പറ്റാതാവും. മുട്ടിൻ്റെ ഇതൊന്നും മുട്ട് ഊരി വരുന്ന പോലെ തോന്നിയിട്ട് ഒരു ദിവസം. അപ്പം അങ്ങനത്തെ കുറേ പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്. പക്ഷെ അതിനേക്കാളൊക്കെ ഞാനിപ്പോൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് വേഗം വീടൊന്ന് വൃത്തിയായിട്ട് നോർമൽ ലൈഫിലേക്ക് ഒന്ന് തിരിച്ചു വരണം എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പിന്നെ ഇങ്ങനെ ഓരോന്ന് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നത്. പിന്നെ ഒക്കെ നമ്മുടെ ഒരു മാനസികാവസ്ഥയും നമ്മുടെ മനസ്സിൻ്റെ ശക്തിയും പോലെ ഇരിക്കും കേട്ടോ. ഈ പണികളൊക്കെ ആയിട്ട് മൊത്തത്തിൽ പണിക്കാരെ വിളിച്ചിട്ട് വരാതെയും ലേറ്റ് ആവും തോറും എനിക്ക് മെൻ്റലി ഭയങ്കര സ്ട്രെസ്ഡ് ഒക്കെ ആയിരുന്നു. ഇപ്പം ഞാൻ ഓക്കെയാണ്. നടക്കുന്ന സമയത്ത് നടക്കട്ടെ. പഠിച്ചോൻ എല്ലാറ്റിനും ഒരു ദിവസം വെച്ചിട്ടുണ്ടാവില്ല, ആ ദിവസം നടക്കുന്നുണ്ട്. പിന്നെ ഇത് വന്നിട്ട് PU പെയിൻറ്റ് അടിക്കാനുള്ള സ്പ്രേ പെയിൻറ്റിൻ്റെ മെഷീനാണ്. അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. അത് കാണുമ്പോൾ തന്നെ എനിക്ക് ഇങ്ങനെ ദേഷ്യം വരുന്നുണ്ട്. അവിടെ ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് അവസാനം ഞാൻ എന്ത് ചെയ്തു, അങ്ങോട്ട് ഇങ്ങോട്ട് നീക്കി അതിൻ്റെ പുറത്തുള്ള പൊടികളും ഒക്കെ ഒന്ന് തട്ടിക്കളഞ്ഞ് നീക്കി വെച്ചു. പിന്നെ എനിക്ക് തോന്നി അപ്പുറത്തെ റൂമിൽ കൊണ്ട് വയ്ക്കാന്ന്. അപ്പോൾ സിറ്റൗട്ടെങ്കിലും ഒന്ന് വൃത്തിയായിട്ട് കിട്ടുമല്ലോ എന്ന് വെച്ചിട്ടാണ്. പിന്നെ പെയിൻറ്റിൻ്റെ ബാക്കിയുള്ളതേ കുറച്ച് സാധനങ്ങളൊക്കെ അതിൻ്റെ അടിയിലും ആക്കിയിട്ട് വെച്ച് ഞാനിപ്പോൾ ഈ അടിച്ചു വാരി കഴിഞ്ഞാൽ വീട് പൊടി മൊത്തം ഇങ്ങനെ ഉള്ളിലേക്ക് വരും. ഒരു 10 പ്രാവശ്യം അടിച്ചു വാരി കഴിഞ്ഞാൽ ഒരു 50% പൊടികൾ പോവുള്ളൂ കേട്ടോ. പിന്നെ ഉണ്ടാവും ഒരു 50%. പിന്നെ അതേ അങ്ങനെ അപ്പോഴേക്ക് റൂമിലേക്ക് വന്ന് കുട്ടികൾ കിടന്ന ബെഡ്ഷീറ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്ത് മാറ്റി അതൊക്കെ ഒന്ന് വിരിച്ചുകൊണ്ടിരിക്കുകയാണേ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരു ബെഡ്ഷീറ്റ് നമ്മുടെ ഫിറ്റഡ് ബെഡ്ഷീറ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഒരുപാട് പേര് എൻക്വയറി ചെയ്തെന്ന് കേട്ടോ. നല്ല ക്വാളിറ്റിയുള്ള സാധനമാണ് കേട്ടോ. പുതിയ റൂമിലേക്ക് വിരിക്കാനും വേണ്ടിയിട്ട് നമ്മൾ മേടിച്ചാണ്. ആർക്കെങ്കിലും വേണമെങ്കിൽ ആ പേജിൽ കയറി നിങ്ങൾ ആ വീഡിയോ നോക്കിയിട്ട് അവരുടെ പേജിൽ കയറി ചെക്ക് ചെയ്ത് നോക്കിയാൽ മതിയേ. ഇനിയിപ്പോൾ കുറേ തുണികൾ മടക്കാനായിട്ടുണ്ട് കേട്ടോ.
മുകളിലാണ് ഇപ്പോൾ കൊണ്ട് ഉണക്കാനിടാനുള്ള സെറ്റപ്പ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരു ദിവസം ഞാനൊരു 15 പ്രാവശ്യമൊക്കെ തിരുമ്പിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ തുണികൾ ഉണങ്ങിയത് കുറച്ച് റനക്കുട്ടീൻ്റെ താഴെ കൊണ്ട് വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇത് നമ്മൾ എങ്ങനെ അറേഞ്ച് ചെയ്യണമെന്ന് വെച്ചാൽ ഓരോരുത്തർക്കും ഓരോ ഷെൽഫ് കാര്യങ്ങൾ കൊടുത്തിട്ട് പേരെഴുതി വെച്ചിട്ട് അവരവരുടെ സാധനങ്ങൾ അവരവരിൽ കൊണ്ടുവയ്ക്കും. അങ്ങനെ കുറേ പ്ലാൻ കാര്യങ്ങളുണ്ട്. അതായത് നമുക്ക് 5 മക്കൾ എന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പണി ഭയങ്കര കൂടുതലായിരിക്കും, നമ്മൾ വിചാരിച്ച പോലെയല്ല. അപ്പോൾ അതൊന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കണം എന്ന് വെച്ചാൽ അവരെയും അതിൻ്റെ രീതിക്ക് കൊണ്ടുവരണമെങ്കിൽ അതിനുള്ള സൗകര്യങ്ങളും വേണം. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ എൻ്റെ പണി കുറവാക്കാനുള്ള സൗകര്യങ്ങളാണ് കേട്ടോ ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ചിലവർക്ക് ഇതൊന്നും അത്യാവശ്യമുള്ളൊരു കാര്യമല്ലല്ലോ എന്ന് തോന്നിയേക്കാം. പക്ഷെ ഞാൻ വർക്കിംഗ് വുമൺ ആയതുകൊണ്ടും പണി കുറച്ച് മറ്റുള്ളവരെക്കാളും കുറച്ചും കൂടെ നമുക്ക് കുറച്ച് റിസ്ക് ആയിരിക്കും. അപ്പോൾ അത് ഈസി ആക്കാൻ എന്തൊക്കെ വഴികൾ, അതൊക്കെയാണ് കേട്ടോ ഓരോന്ന് ആലോചിക്കുന്നത്. അപ്പോൾ ബേബി ഞാനും മാത്രമാണ് ഈ ഒരു സമയത്തുള്ളത്. അപ്പോൾ ഭയങ്കര പാടാണ് കേട്ടോ. ബേബി ഞാനും മാത്രമുള്ള സമയത്ത് അടിച്ചാറിലും ഒക്കെ അവൾ ഉറങ്ങിയായിരുന്നു. ആ സമയത്താണ് ബാക്കിയൊക്കെ ചെയ്തത്. അപ്പോഴേക്കും ആൾ എണീറ്റപ്പോൾ പിന്നെ ഞാൻ ആ പണി അവിടെ നിർത്തി തുടച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതേത് നമ്മുടെ ഷോപ്പിൽ ഈ സംഭവങ്ങൾ നമ്മൾ വിൽക്കാനുള്ള നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിലുള്ള സാധനങ്ങളൊക്കെ നമ്മുടെ പാലക്കാടിലെ ഷോപ്പിൽ കൊണ്ട് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഇനിയിപ്പോൾ എനിക്ക് ഇരുന്ന് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ആർക്കെങ്കിലും വേണമെങ്കിൽ നമ്മുടെ ഷോപ്പിൽ വിളിച്ച് ചോദിച്ചാൽ ആ സാധനങ്ങളൊക്കെ കിട്ടും. പിന്നെ ഇതൊരാഴ്ച മുമ്പത്തെ സംഭവമാണ്. എനിക്ക് ഭയങ്കരമായിട്ട് സ്ട്രെസ്സ് കൂടിയിട്ട് കിച്ചണിലെ കുറേ പണികൾ പെൻഡിങ് ഉണ്ടായിരുന്നു. അപ്പോൾ ആകെ എനിക്ക് എന്തോ പോലെയൊക്കെ ആയിട്ട് പെട്ടെന്ന് കുറേ കരഞ്ഞു ഞാൻ. അതിനുശേഷം ഇക്കാനോട് പെട്ടെന്ന് പറഞ്ഞാൽ എന്നെ ഒന്ന് വേഗം പുറത്തുണ്ടോ എന്നാണ്. അപ്പോൾ ഇക്ക് ഞാനും മാത്രം പോകുന്നത്. പിന്നെ എനിക്ക് മനസ്സ് വന്നില്ല, കുട്ടികളില്ലെങ്കിൽ ഒരു സമാധാനം ആവില്ല എന്ന് പറഞ്ഞിട്ട് കുട്ടികളെ വിളിച്ചിട്ട് നമ്മൾ അവിടെ ഒരു ഷോപ്പിൽ പോയിട്ട് ഐസ്ക്രീമും ജ്യൂസും കഴിക്കാൻ പോയതാണ്. അപ്പോൾ കുറച്ചൊരു സമാധാനം കിട്ടി. ടെൻഷനുള്ള സമയത്ത് നിങ്ങൾ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കിയാൽ മതിട്ടാ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സംഭവങ്ങൾ എന്തെങ്കിലും കഴിക്കാനായിട്ട് പോയാൽ മതി. അങ്ങനെ അതിൻ്റെ ഇടയിൽ കൂടെ വലിയൊരു മരണം ഉണ്ടായി. നമ്മുടെ ഹേസുക്കുട്ടൻ ഒന്ന് വീണ് കവിള് പൊട്ടി. പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി സർജനെ കൊണ്ടുപോയി കാണിച്ച്. പിന്നെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അതും ഒരു സംഭവം. അതിനുശേഷം പിറ്റേ ദിവസമായി മക്കൾ സ്കൂളിലേക്കൊക്കെ പോവാണ്. അപ്പോൾ ഇന്നത്തെ കുറച്ച് ഇങ്ങനത്തെ വിശേഷങ്ങളായിട്ടൊക്കെ വരാം. അപ്പോഴേക്കും നമ്മുടെ കിച്ചൻ്റെ ബാക്കിയുള്ള പണികളൊക്കെ തീർന്നിട്ട് കിച്ചൺ കാണിക്കുക എന്നുള്ള അടുത്ത പ്രതീക്ഷയോട് കൂടിയാണ് ഞാൻ ഈ വീഡിയോയും വൈൻഡപ്പ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സ്നേഹം സപ്പോർട്ടും ഒക്കെ തന്നെയാണ് ഇതുവരെയും പിടിച്ചിരിക്കുന്നത്. അപ്പോൾ ബൈ ബൈ, ടേക്ക് കെയർ, അസ്സലാമു അലൈക്കും.